ഹായ് ഓൾ, ന്യൂസിനിൽ ഇപ്പോൾ ഓസ്കി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഡെറിക് ജോൺസ് മാനേജ്മെന്റ് വഴി നിരവധി നേഴ്സുമാരാണ് ഇപ്പോൾ ഓസ്കിക്കായി ന്യൂസിനിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. അതിലൊരാളായ സാനിയ മോൾ തൻ്റെ ഫാമിലിയോടൊപ്പം അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായി നമ്മോടൊപ്പം ഉണ്ട്. കൂടാതെ ഡെറിക് ജോൺസ് മാനേജ്മെന്റിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ മാത്യു ജോൺസ് പങ്കുചേരുന്നു. സോ ഐ വെൽക്കം മാത്യു ജോൺസ് ആൻഡ് സാനിയ. സാനിയ, ഈ ഓസ്കി ആയിട്ട് അടുത്ത മാസം 18-ാം തീയതിയാണ് പോകാൻ. 18-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓസ്കിയുടെ ഏത് ക്യാമ്പസ് ആണെന്ന് അറിയാമോ? എവിടെയാണ് പോകുന്നത്? ക്രൈസ്റ്റ് ചർച്ചിലോട്ടാണ് നമ്മൾ പോകുന്നത്. ക്രൈസ്റ്റ് ചർച്ചിലെ എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി ഓഫ് കാൻറ്റർബറി ക്യാമ്പസിൽ വെച്ചാണ്. 2 days ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട്. പിന്നെ ഓറിയന്റേഷൻ ഓസ്കി 14th 15th ആണ് ഓറിയന്റേഷൻ പ്രോഗ്രാമിന് ചെയ്തിരിക്കുന്നത്. പോകുന്നതിനുള്ള അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെയായിരുന്നു സാനിയ പ്രിപ്പയർ ചെയ്ത് പോകാൻ? ഓസ്കിക്ക് ആയിട്ട് പ്രത്യേകിച്ച് ഞാൻ യൂട്യൂബ്സ് വീഡിയോസ് ഒക്കെ കണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ 10 സ്റ്റേഷൻസ് ആണുള്ളത്. അപ്പം പിന്നെ ആ 2 days ഓറിയന്റേഷൻ പ്രോഗ്രാംസിൽ എനിക്ക് തോന്നുന്നു നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പം അറ്റൻഡ് ചെയ്യാന്ന് ഓർത്ത് പോകുന്നു. ഓസ്കിക്ക് മുമ്പായിട്ട് ഇപ്പം ഒരു ഓൺലൈൻ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. ഓൺലൈൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തിയറി ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയായിരുന്നു? ഹൗ ഡു യു ഫീൽ? ഭയങ്കര എളുപ്പമായിരുന്നോ അല്ലെങ്കിൽ മോഡറേറ്റ് ആയിരുന്നോ, ബുദ്ധിമുട്ടായിരുന്നോ? തിയറി എക്സാം സത്യം പറഞ്ഞാൽ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിരുന്നു. അത്ര ഈസി ടെസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ ക്വസ്റ്റ്യൻസും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മൾ ഇച്ചിരി ഒന്ന് നന്നായിട്ട് മനസ്സിരുത്തി റീഡ് ചെയ്ത ശേഷം മാത്രം ആൻസർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ നമ്മൾ പ്രിപ്പറേഷൻസിൻ്റെ സമയത്തൊക്കെയാണ് തന്നെ എനിക്ക് എൻ്റെ ന്യൂസിലാൻഡിലുള്ള ഒരു വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരി എനിക്ക് ഈ ഗൂഗിൾ ഡ്രൈവ്, അവിടുത്തെ സ്റ്റേറ്റ് ഫൈനൽസിന് ഗൂഗിൾ ഡ്രൈവ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ക്വസ്റ്റ്യൻസ് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് സിമിലർ ആയിട്ടാണ് ഞാൻ പോയത്. പിന്നെ ഗോഡ് ഗ്രേസ് നല്ല ഒരു വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവും എന്ന് പറയുന്നത്. എപ്പോഴും ലൈഫ് എപ്പോഴും അങ്ങനെയാണ്, ബി പോസിറ്റീവ്. അപ്പോൾ അങ്ങനെ വന്ന ലൈഫിൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ടാണ്. ഓസ്കി ഇപ്പം എല്ലാ ആളുകളും ഓസ്കി എങ്ങനെയാണെന്ന്, ഓസ്കി ടഫായിരിക്കും. ഓസ്കി പണ്ട് പോലെ ന്യൂസിലൻഡിലുണ്ട്, പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓസ്കി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അല്ലെങ്കിൽ പണ്ടത്തെ കോമ്പറ്റൻസി അസസ്മെന്റ് പ്രോഗ്രാം, ഇപ്പോഴത്തെ കോമ്പറ്റൻസി അസസ്മെന്റ് പ്രോഗ്രാമിലും ഓസ്കി ഒരു സബ്ജക്റ്റ് ആണ് ഇപ്പം പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും. അപ്പോൾ അവർ ഓസ്കി യൂസ്ഡ് ആണ് ആൾക്കാർ ചെയ്യുന്നത്. ഓസ്കിയെ വലിയ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓസ്കി അവിടെ വെച്ചിരിക്കുന്നത് വളരെ ക്വിക്കായിട്ട് നഴ്സസിന് ഈ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് എംപ്ലോയ്മെന്റിലേക്ക് പോകാൻ വേണ്ടി കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഓസ്കി ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ ഇത് ചെയ്തിരുന്നത്. പക്ഷേ നഴ്സിംഗ് കൗൺസിൽ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് നോക്കുന്നത്, അവിടെ ഇപ്പോൾ മൾട്ടിപ്പിൾ എംപ്ലോയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു 20 DHP ഹോസ്പിറ്റൽസ് ഉണ്ട്. 15 നമുക്ക് നോർത്ത് ഐലൻഡിലുണ്ട്, 5 നമുക്ക് സൗത്ത് ഐലൻഡിലുണ്ട്. അതുപോലെ ഒരു അറൗണ്ട് 250 GP ക്ലിനിക്കുകൾ, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, 700+ കെയർ ഹോംസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം അവിടുത്തെ എംപ്ലോയേഴ്സ് ആണ്. ഇപ്പം എംപ്ലോയേഴ്സ് ഇതുപോലെ നഴ്സിംഗ് കൗൺസിലിനെ പോലെ തന്നെ വളരെ എക്സൈറ്റഡ് ആണ്. ഈ ഓസ്കി കഴിഞ്ഞിട്ട് എന്താണ് അവർ ഇപ്പം ഒരു പുതിയൊരു നഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അയാൾ ഞങ്ങളുടെ കമ്പനിക്ക് വാല്യൂ, ബിസിനസ്സിന് വാല്യൂ ആഡ് ചെയ്യുന്ന ആളാണ്, ഞങ്ങളുടെ റെസിഡൻസിനെ എല്ലാം കെയർ ചെയ്യാൻ വരുന്ന ആളാണ്. അപ്പോൾ ഇതിലെല്ലാം അവർ ദേ ആർ ഓൾസോ വെരി എക്സൈറ്റഡ് അബൌട്ട് ഓസ്കി റിസൾട്ട്. അപ്പോൾ അത് നോക്കിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നഴ്സിംഗ് കൗൺസിൽ പറയുന്ന ഓസ്കി പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഓസ്കി ഈവൻ ഇപ്പം 100% പാസ് ഇപ്പം ആരെങ്കിലും ഫെയിൽ ആയി കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ അടുത്ത ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അങ്ങനെ ഒരു കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ബേസിക്കലി അവിടുത്തെ എംപ്ലോയേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ എംപ്ലോയേഴ്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എപ്പോഴും നഴ്സസിന് ആവശ്യമാണ്. ന്യൂസിലൻഡ് എപ്പോഴും അങ്ങനെയാണ്. ന്യൂസിലൻഡിൽ എപ്പോഴും നഴ്സസിന് വേക്കൻസി കഴിഞ്ഞ ഒരു 25 years ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും വേക്കൻസി എപ്പോഴും ഉണ്ടാകാറും. പിന്നെ ചില സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേക്കൻസിയുടെ നമ്പേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ, അത് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റോളർ കോസ്റ്റർ. അപ്പോൾ ചില സമയത്ത് ഇറ്റ് വിൽ ഗോ അപ്പ്, ചില സമയത്ത് ഇറ്റ് വിൽ ഗോ ഡൗൺ. അപ്പോൾ അതാണ്. അപ്പം എപ്പോഴാണോ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറവ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമുക്കവിടെ സ്ഥിരമായി ഇപ്പം ആളുകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആളുകൾ ന്യൂസിലൻഡ് വന്ന് ന്യൂസിലൻഡിൽ നിന്ന് എല്ലാം പല കൺട്രികളിലേക്ക് ആളുകൾ മൂവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ചില സമയത്ത് മറ്റുള്ള കൺട്രികളിലേക്ക് മൂവ് ചെയ്യുന്നത് കുറയും. അപ്പൊ കുറയുന്ന സമയത്ത് ഇവിടുത്തെ ഒരു എക്കണോമി അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഇപ്പം എനിക്ക് തോന്നുന്നു സാലറി ഒക്കെ നഴ്സസിന് കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഒരു സ്റ്റെപ്പ് 7 നഴ്സസ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേനും ആവറേജ് ഒരു 100,000 ന്യൂസിലൻഡ് ഡോളർ, അതായത് 50 ലക്ഷം രൂപ ഞാൻ ചെയ്യുന്ന നേഴ്സാണ്. അപ്പൊ അവര് ഇപ്പം ഓസ്ട്രേലിയക്ക് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100,000 എന്നുള്ള 120 അല്ലെ 130,000 ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പൊ വലിയൊരു വ്യത്യാസം വരുന്നില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ആളുകൾ നോക്കുമ്പോൾ ന്യൂസിലൻഡ് കുറച്ചുകൂടെ ഇറ്റ്സ് എ ക്വയറ്റ് പ്ലേസ്. അപ്പം അവിടെ നമുക്ക് ഇപ്പം ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ടേക്ക് മച്ച് ടൈം. ഇപ്പോൾ നമുക്കൊരു GPA കാണാൻ പോകാമെന്ന് പറഞ്ഞാൽ GPA കണ്ടു കഴിഞ്ഞ് തിരിച്ചൊക്കെ വരാൻ വേണ്ടി ഒരു മണിക്കൂറിനുള്ളിലൊക്കെ നമുക്ക് പോയിട്ടൊക്കെ തിരിച്ചു വരാം. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്നൊക്കെ കുട്ടികളെ കൊണ്ടുപോയി നമ്മൾ വീട്ടിൽ നിന്ന് സ്കൂളിൽ കൊണ്ട് വിടാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് ഒക്കെ മതി. അപ്പം നമ്മളെ സംബന്ധിച്ച് വി ഗെറ്റ് ലോട്ട് ഓഫ് ടൈം ടു അവർ ഓൺ തിങ്സ്. അപ്പം നമുക്ക് ലൈഫും നമ്മുടെ പ്രൊഫഷനും എല്ലാം മാനേജ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതുകൊണ്ടാണ് ബേസിക്കലി ആൾക്കാർ ന്യൂസിലൻഡ് കുറച്ചുകൂടെ. പിന്നെ ന്യൂസിലൻഡിൽ വീടൊക്കെ മേടിച്ചൊക്കെ സെറ്റിൽ ആകാനൊക്കെ ആണെങ്കിലും എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10% മണി നമ്മുടെ ടോട്ടൽ പ്രോപ്പർട്ടിയുടെ വാല്യൂ 10% ഉണ്ടെങ്കിൽ വി ക്യാൻ അപ്രോച്ച് ദ ബാങ്ക് നമുക്ക് ബാക്കി 90% നമുക്ക് ലോൺ തരും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ഡാറ്റ കാണിക്കുന്നത് ഫസ്റ്റ് ഹോം ബയേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ വീട് മേടിച്ചിരിക്കുന്നത് ന്യൂസിലൻഡിൽ. അപ്പോൾ കൂടുതൽ മൈഗ്രൻസ് ആണ്, എസ്പെഷ്യലി ഇന്ത്യ എന്നുള്ള മൈഗ്രൻസ് ആണ് ഏറ്റവും കൂടുതൽ വീട് മേടിക്കുന്ന ആൾക്കാർ. അവർ വീട് മേടിച്ച് വീടൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം ഓസ്ട്രേലിയക്ക് അവർ പോകുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ വീട് അവിടെ റെന്റിന് കൊടുക്കാം, റെന്റ് കൊടുത്തിട്ട് അങ്ങനെ. എംപ്ലോയ്മെന്റ് ഏരിയയിൽ വലിയൊരു കിട്ടുമോ ഇല്ലയോ അങ്ങനെയുള്ള ഒന്നും അവിടെ എപ്പോഴും വേക്കൻസി ഉണ്ട്. നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നതാണ് അതിനെ നോക്കി കണ്ട് പോസിറ്റീവായിട്ട് തന്നെ നോക്കി കണ്ടാൽ മതി. എംപ്ലോയേഴ്സ് എല്ലാം പറയുന്നത് ഞങ്ങൾക്ക് എല്ലാം ആളെ ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ആൾക്കാരെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. നമ്മളെപ്പോഴും നോക്കേണ്ടത് ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് നമ്മൾ കൊണ്ടുവരിക. അത് മാത്രം നോക്കിയാൽ മതി. ആ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി ലെവൽ കിട്ടാൻ എംപ്ലോയ്മെന്റ്. അപ്പോൾ എംപ്ലോയ്മെന്റ് കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ കുറച്ചു നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ് റൈസ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് വരണം. അത് മാത്രം. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഇപ്പോൾ ഡെറിക് ജോൺസ് ഞങ്ങൾക്ക് അവിടെ കുറച്ച് എംപ്ലോയ്മെന്റ് അസിസ്റ്റ് ചെയ്യുന്ന ഏജൻസീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെ വേണമെങ്കിൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരിക്കും. സാനിയുടെ ഫാമിലിയെ കുറിച്ച് ഒന്ന് പറയാം. ഫാമിലി എനിക്ക് പപ്പ അമ്മ വീട്ടിലുണ്ട്. പിന്നെ ഹസ്ബൻഡ് ഒരു കുഞ്ഞ് 3 വയസ്സുണ്ട് ആൾക്ക്. കുഞ്ഞ് എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണ്. 3 years എന്ന് പറയുമ്പോഴത്തേന് അടുത്ത 2 വർഷം അവിടുത്തെ ഏർലി ചൈൽഡ്ഹുഡ് ആയിരിക്കും ആള് പോകുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ആള് ഇയർ 1 പോകുന്നത്. ഇയർ 1 സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്നാണോ ഫസ്റ്റ് ബർത്ത്ഡേ, അതാണ് ആ വീക്കാണ് അയാള് സ്കൂളിൽ എൻറോൾ ചെയ്യുന്നത്. ഏതാണ് കുഞ്ഞിന്റെ ബർത്ത്ഡേ? മാർച്ച് 20. മാർച്ചാണ്. മാർച്ചില് ഫസ്റ്റ് ഇയർ 1 സ്റ്റാർട്ട് ചെയ്യുന്ന മാർച്ചിലായിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നത് മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 17 years ആകുമ്പോഴത്തേനും ഇയർ 13 കഴിയും. പിള്ളേരെല്ലാവരും 17 സ്കൂൾ കഴിയുന്ന 18 yearsലാണ്. അപ്പൊ അത് 17 years ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ യങ് ആയിരിക്കും യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന ഒരു സമയത്ത് ആളുന്നുണ്ട്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടോ സനിയക്ക്? ക്വസ്റ്റ്യൻസ് ഇല്ല. എബിൻ എന്ത് പറയുന്നു? എബിൻ എക്സൈറ്റഡ് ആണോ? ഞാൻ എക്സൈറ്റഡ് ആണ്. കാരണം നമ്മള് ഒരു ടൈം വരെ എത്രത്തോളം നമുക്കിത് സക്സസ് ആകും എന്നൊരു കൺഫ്യൂഷൻ വരെ നമുക്കൊരു ഡിലേ വന്നായിരുന്നു നമ്മുടെ സമയത്ത്. ചില യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ചില പേപ്പേഴ്സിന്റെ കേസിൽ ചില ഡിലേസ് ഞങ്ങൾക്ക് വന്നിരുന്നു. സോ ആ സമയത്ത് രജിസ്ട്രാർ മാറുകയും അങ്ങനെയുള്ള ചില ഇഷ്യൂസുമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഡിലേ ഞങ്ങൾക്ക് വന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഏതാണ്ട് ഈ CGFNSന്റെ ആ ഒരു ടൈം ലാസ്റ്റ് ടൈമിനോട് അടുത്താണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പേപ്പർ ഞങ്ങൾക്ക് ക്ലിയർ ആയി അവിടെ സെൻഡ് ആവുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നപ്പോ ഞങ്ങൾക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എത്രത്തോളം സക്സസ് ആവും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബൈ ഗോഡ്സ് ഗ്രേസ് അതൊക്കെ ആയി വന്ന് നിൽക്കുന്നു. താങ്ക് യു. മൈഗ്രേഷൻ പ്രോസസ് ബേസിക്കലി ചില ആളുകൾ പറയുന്ന അവര് 2-3 years ടൈം. അപ്പോൾ അത് അവർ അത്രയും പ്ലാൻ ചെയ്തൊക്കെയാണ്. അപ്പോൾ അവർ പ്ലാൻ ചെയ്ത് വരുന്നത് പറഞ്ഞുകൊണ്ടല്ലേ ഈ
ന്യൂസിലൻഡിലേക്ക് അവർ മൂവ് ചെയ്യുമ്പോഴത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം അവരുടെ റെസ്റ്റ് ഓഫ് ദി ലൈഫ് വിൽ ബി ദേ. അപ്പോൾ അവരുടെ ബിസിനസ് ചിലപ്പം ഉള്ള ആൾക്കാരുണ്ട്, എംപ്ലോയ്മെന്റ് ഉള്ള ആൾക്കാർ, പ്രോപ്പർട്ടി ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പം അവർ ആ പ്രോപ്പർട്ടിയൊക്കെ സെറ്റിൽ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള സമയങ്ങളൊക്കെ എടുത്താൽ കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് അവർ അവിടെ ഒരു പ്രോപ്പർട്ടിയൊക്കെ മേടിച്ച് അങ്ങനെയാണ് സെറ്റിൽ ആവുന്നത്. അപ്പോൾ ചിലരൊരു 1 year ഒക്കെ വരെ എംപ്ലോയ്മെന്റ് നോക്കിയിരുന്നിട്ട് പിന്നെ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നതിന് പോലെ നമ്മളിവിടെയൊക്കെ പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഡിസ്പോസ് ചെയ്ത് ദേ പ്ലാൻ വെൽ അഹെഡ് ബിഫോർ ദ കമൻസ് ദ ട്രാവൽ ഫ്രം ഹിയർ. അപ്പോൾ അതിന്റെ ഒരു സമയം എടുക്കുന്നതാണ് ആൾക്കാരെ സംബന്ധിച്ചിട്ട്. ഇങ്ങനെ കുറെ സമയം എടുത്തിട്ടാണ് അവർ അങ്ങോട്ട് വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു അതുപോലെ ഓരോ കാര്യങ്ങൾ അവർ അവിടുത്തെ ഏത് സ്കൂളിലാണ് കുട്ടികളെ വിടുന്നത്, ഏത് സ്ഥലത്താണ് വീട് മേടിക്കുന്നത്, ഏത് സ്ഥലത്താണ് എംപ്ലോയ്മെന്റിന് പോകുന്നത്, ഏത് തരത്തിലുള്ള എംപ്ലോയ്മെന്റ് ആണ് അവർ നോക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം ഒത്തിരി പ്ലാൻ ചെയ്തിട്ട് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഒത്തിരി സർപ്രൈസസ് ഒന്നും ഉണ്ടാവില്ല. അവര് പ്രിപ്പയർഡ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്. അവിടെ വിന്റർ സമയത്താണ് പോകുന്നത് അല്ലേ? വിന്റർ സമയത്ത് പോകുന്നത്. അതെ, ഫസ്റ്റ് വിന്റർ ന്യൂസിലൻഡിലായിരിക്കും. അപ്പൊ ഫസ്റ്റ് വിന്റർ ഒരു ഇവിടുന്ന് പോകുമ്പോഴത്തേനും ഇവിടുന്ന് നല്ല ചൂടുള്ള സമയമാണല്ലോ. അപ്പൊ ഇവിടുത്തെ ഈ ചൂടിൽ നിന്ന് പെട്ടെന്നൊരു തണുപ്പിലേക്ക് പോകുമ്പോഴത്തേനും ക്രൈസ്റ്റ്ചർച്ച് എസ്പെഷ്യലി കുറച്ചുകൂടി ഒരു തണുപ്പുള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ച് ഓക്ലൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പൊ 5 degree 6 degree ആണ് അവിടുത്തെ ഒരു ടെമ്പറേച്ചർ ഉള്ളത്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ജോലിയും കാര്യങ്ങളും എല്ലാം കിട്ടി പെട്ടെന്ന് സെറ്റിൽ ആവട്ടെ. അപ്പൊ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. പിന്നെ അവിടെ ചെന്ന് റിസീവ് ചെയ്യാനും അതുപോലെ അക്കോമഡേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച്ഡ് ആയിരിക്കും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക്. അപ്പൊ ഞങ്ങൾക്ക് ഒരു 1-2 ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഉണ്ട്, സനിക്ക് തരാം. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അപ്പൊ എയർപോർട്ട് പിക്കപ്പിന് ഈ വൗച്ചർ കൊടുത്താൽ മതി. ഞങ്ങളുടെ ഡ്രൈവറുണ്ട്, കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാള് അക്കോമഡേഷൻ പ്ലേസിലെത്തിക്കും. ഇത് നമുക്ക് $250 ഒരു അക്കോമഡേഷൻ വൗച്ചറാണ്. വീക്കിന്റെ അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് സനിക്കുണ്ട്. അപ്പൊ അത് അവിടെ കൊണ്ടുപോയി നമ്മുടെ പ്രോപ്പർട്ടി ആരാണോ തരുന്ന അവര് ഫസ്റ്റ് ഫാമിലിക്ക് കൊടുത്താൽ മതി. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. Thank you so much. All the best to you. Thank you. Make New Zealand home with Derek Johns. Derek Johns Management Private Limited, expanding horizons.